ശുഭസൂചനയാണ് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്ര പോസിറ്റീവായി തങ്ങൾ ഇനി ആക്രമിക്കുന്നില്ല എന്ന് ഇറാൻ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ഇറാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്നത് തങ്ങളുടെ നയമല്ല. പക്ഷേ അവിടെ നിന്ന് ഇത്തരത്തിൽ അമേരിക്കയുടെ കേന്ദ്രങ്ങൾ ഉണ്ട് എങ്കിൽ, അവിടെ അവരുടെ സൈന്യ താവളങ്ങൾ ഉണ്ട് എങ്കിൽ, അപ്പോൾ ആ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ഒക്കെ മാത്രമേ തങ്ങൾ ആക്രമണം നടത്തുകയുള്ളൂ എന്നാണ് ഇറാൻ അറിയിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ ഇറാൻ പ്രസിഡന്റ് തന്നെ പറയുന്നത് ഇനി ഒരു ആക്രമണം ഉണ്ടാകില്ല, ഗൾഫ് രാജ്യങ്ങളെ തങ്ങൾ ഇനി ആക്രമിക്കില്ല എന്ന് തന്നെയാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെയാണ്. കാരണം അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ പ്രതീക്ഷയാണ് ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം നൽകുന്നത്. ഒപ്പം തന്നെ ഈ അയൽ രാജ്യങ്ങളിൽ നടത്തിയ ആക്രമണത്തിന് അദ്ദേഹം ക്ഷമ ചോദിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഈ അയൽ രാജ്യങ്ങളിലേക്ക് കടന്നു കയറുക എന്നുള്ളത് തങ്ങളുടെ നയമല്ല എന്നുകൂടി ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ കഴിഞ്ഞ ഒരു 1.5 ദിവസമായിട്ട് ആക്രമണം കൂടുതൽ ശക്തിപ്പെടുകയാണ് GCC രാജ്യങ്ങളിലേക്ക്. അത് വലിയ തോതിൽ ഈ പറയുന്ന ഒരു ആശങ്ക ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ചില ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അത്തരത്തിൽ ആശങ്ക ഉയരുന്നതിനിടയിൽ കുറെ അധികം നിയന്ത്രണങ്ങൾ കൂടി കൊണ്ടുവരാനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇനി തങ്ങൾ അങ്ങോട്ടേക്ക് ആക്രമിക്കില്ല, അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ല, തങ്ങളുടെ നയമല്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്.